പാക് എംബസിയിൽ കേക്കുമായി ഒരു യുവാവെത്തി. പിന്നെ എന്താണ് സംഭവിച്ചത്? അല്ല, നമ്മളത് അത്ര നിസ്സാരമായി കാണരുത്. കാരണം പാകിസ്ഥാൻ ഭീകരരാണ് നമ്മുടെ സഹോദരങ്ങളെ കാശ്മീരിൽ വെടിവെച്ച് വന്നത്, പഹൽഗാമിൽ വെടിവെച്ച് വന്നത്, ബൈസരൻ എന്ന് പറയുന്ന സ്ഥലത്ത്. കൃത്യമായിട്ട് പറയാമല്ലോ. ഇതിനാണ് നമ്മൾ പഹൽഗാം എന്ന് തന്നെ പറയണ്ട. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ബൈസരൻ. ബോളിവുഡ് സിനിമകളല്ല, ഹോളിവുഡ് സിനിമകൾ വരെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. നിറയെ പച്ചപ്പട്ടു പോലെയുള്ള പുൽത്തേടികൾ, മനോഹരമായ മലനിരകൾ, മഞ്ഞുമൂടിയ മലനിരകൾ, പൈൻ മരക്കാടുകളൊക്കെയുള്ള വളരെ മനോഹരമായ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഹോളിവുഡ് സിനിമകൾ പോലും അവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് ഈ കൂട്ടക്കൊല, ഈ നരമേധം നടന്നത്. നരമേധം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞെട്ടിപ്പോകുന്നത്, ഓരോ മനുഷ്യൻ്റെയും നെറ്റിയിൽ തോക്ക് വെച്ചിട്ട് നീ കലിമ ചൊല്ലുക, കലിമ ചൊല്ലിയില്ലെങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് മതം നോക്കി തന്നെ കാശ്മീർ ഭീകരവാദികൾ മുമ്പും ചെയ്തിട്ടുള്ളത് ഹിന്ദുക്കളെ തന്നെയാണ് കൊന്നുകൊണ്ടിരുന്നത്. പക്ഷേ അവർ ലക്കും ലഗാനുമില്ലാതെ ചുമ്മാ വെടി വെക്കുമ്പോൾ ചിലപ്പോൾ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ കൊല്ലപ്പെടും. ഒരു ക്രിസ്ത്യൻ മരിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനിയും കൊന്നിട്ടുണ്ട്. അതുകൂടെ നമ്മൾ പറയണം. അപ്പോൾ അങ്ങനെ ലക്കും ലഗാനുമില്ലാതെ വെടിവെക്കുമ്പോൾ അബദ്ധവശാൽ ചില മുസ്ലിങ്ങളും കൊല്ലപ്പെടാറുണ്ട്. പാകിസ്ഥാന് താല്പര്യമില്ലാത്ത ജമ്മു കാശ്മീരിലെ പോലീസിലുള്ള ഓഫീസർമാരെ ഈ ഭീകരവാദികൾ കൊന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ രാജ്യം വല്ലാതെ നടുങ്ങി വിറച്ച് നിൽക്കുകയാണ്. പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചു. അവിടെയുള്ള എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ, എംബസിയല്ല ഹൈക്കമ്മീഷൻ, പാകിസ്ഥാനിൻ്റെ ഇന്ത്യയിലുള്ള ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം 30 കുറച്ചു. അവരോട് ഉടൻ സ്ഥലം വിടാൻ പറഞ്ഞു. സ്ഥലം വിടുക എന്ന് മാത്രമല്ല, നമ്മുടെ 2 രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സൈനിക പ്രതിനിധികളെ കൂടെ അയക്കുന്നുണ്ടായിരുന്നു. എംബസിയിൽ എയർഫോഴ്സ്, നേവി, മിലിറ്ററി 3 പേരുടെ റെപ്രസെൻറ്റേറ്റീവുമാരുണ്ടായിരുന്നു. അവരെയൊക്കെ വിടുകയാണ്. ഇനി നമുക്ക് സൈനിക പ്രതിനിധികൾ പാകിസ്ഥാൻ്റെ ഇവിടെയും വേണ്ട, നമ്മുടെ അവിടെയില്ല എന്ന് പറഞ്ഞ് പിന്നെ നദീജല കരാർ റദ്ദാക്കി. അങ്ങനെ കടുത്ത നടപടി ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ഇതിനെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇന്ന് ഡൽഹിയിൽ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ച. കാരണം കാണുന്നത് പാകിസ്ഥാൻ എംബസിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കേക്കുമായി പോകുന്നു. കേക്ക് മുറിക്കുന്നപ്പോഴാണ് വലിയ സന്തോഷം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ആളുകൾ കൊല്ലപ്പെട്ട് അവരുടെ ചിതയിലെ തീ അണഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന വൃത്തികെട്ട നരാധവന്മാരുടെ രാജ്യം അവരുടെ ഇന്ത്യയിലെ എംബസിയിൽ, ഡൽഹിയിൽ നമ്മുടെ മണ്ണിലുള്ള പാകിസ്ഥാൻ എംബസിയിൽ ആഘോഷിക്കാൻ വേണ്ടി കേക്ക് മേടിച്ചു. ഈ കേക്കുമായി ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ആ കേക്കിൻ്റെ പുറത്ത്, കേക്കിൻ്റെ കവറിൽ എഴുതിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർ സ്പോട്ട് ചെയ്തു, ഡിഫൻസ് ബേക്കറി സിൻസ് 1962. 1962 മുതൽ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് ബേക്കറിയിൽ നിന്നുള്ള കേക്കാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വാങ്ങിച്ച് അങ്ങോട്ട് പോകുന്നു. മാധ്യമപ്രവർത്തകർ കണ്ടു. എല്ലാവരും ചുറ്റും വളഞ്ഞിട്ട് ചോദിച്ചു, എന്തിനാണ് കേക്ക്? അവിടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വല്ലതും ആണോ? എന്തെങ്കിലും ആഘോഷമുണ്ടോ? ഒന്നും അയാൾ പറഞ്ഞിട്ടില്ല. അയാൾ അവിടുത്തെ സ്റ്റാഫാണ്. ആ പാകിസ്ഥാൻ എംബസിയിലെ, ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഇയാളെ വിട്ട്, പ്യൂണോ അതുപോലത്തെ എന്തെങ്കിലും ആയിരിക്കും, അയാളെ വിട്ട് കേക്ക് വാങ്ങിപ്പിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ സത്യത്തിൽ നമ്മുടെയൊക്കെ ചങ്ക് കലങ്ങി പോകുന്ന കാര്യമാണ്. കാരണം നമ്മുടെ സഹോദരങ്ങളെ കൊന്ന് നേരത്തെ പറഞ്ഞവരുടെ അവരുടെ ചിതയിലെ തീ അണയും മുമ്പ്, അവരുടെ മനസ്സിലെ തീ ആളിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് മധുരം കഴിച്ച് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് 2 കാലിൽ നടക്കുന്ന ഈ മതജീവികൾ, മതഭ്രാന്തന്മാർ. അതും എവിടെ വെച്ച്? ഡൽഹിയിലുള്ള നമ്മുടെ എംബസിയിലിരുന്ന്, നമ്മുടെ മണ്ണിലെ അവരുടെ ഹൈക്കമ്മീഷനിലിരുന്ന് ഇവർ കേക്ക് മുറിച്ച് നമ്മുടെ സഹോദരങ്ങളെ കൊന്നത് ആഘോഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ ഉടനെ ചെയ്തു. അതിന് മുന്നിലുണ്ടായിരുന്ന പോലീസ് ബാരിക്കേഡ് നമ്മളങ്ങ് നീക്കി. എംബസിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡൽഹിയിൽ സുരക്ഷ, ഇപ്പോൾ ഒരു എംബസി അല്ലെങ്കിൽ ഹൈക്കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, ഹൈക്കമ്മീഷനും എംബസിയും തമ്മിലുള്ള വ്യത്യാസം, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും എംബസിയാണ്. പക്ഷേ പണ്ട് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്ന, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന രാജ്യങ്ങൾ പരസ്പരമുള്ളത് ഹൈക്കമ്മീഷനാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികളെ അയക്കുന്ന ഹൈക്കമ്മീഷൻ എന്ന് പറയും. അല്ലാത്ത രാജ്യങ്ങൾക്കാണ് എംബസി. അപ്പോൾ എംബസിയും ഹൈക്കമ്മീഷനും ഒക്കെ സ്റ്റാറ്റസ് വൈസ് ഒന്ന് തന്നെയാണ്, പേര് വ്യത്യാസം. പഴയ ബ്രിട്ടൻ്റെ കോളനി രാജ്യങ്ങളിലൊക്കെ ഹൈക്കമ്മീഷനും മറ്റുള്ളിടത്ത് എംബസിയും. അപ്പോൾ ഈ ഹൈക്കമ്മീഷനിൽ ഹൈക്കമ്മീഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എംബസി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടി പോലെയാണ്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് അവരുടെ നിയമമാണ്. അതായത് ഒരു എംബസിക്കുള്ളിൽ, ഹൈക്കമ്മീഷനുള്ളിൽ ഒരാളെ കുത്തിക്കൊന്നാൽ ഇന്ത്യൻ നിയമപ്രകാരമല്ല നടപടിയെടുക്കേണ്ടത്. അമേരിക്കൻ നിയമം, അമേരിക്കയുടെ എംബസിയാണ്, അമേരിക്കൻ നിയമപ്രകാരം അയാൾ ട്രയൽ ചെയ്യുന്നത്. കാരണം അമേരിക്കയുടെ ഒരു സോവറിനിറ്റിയുടെ ഭാഗമാണ്.
അതിന് പുറത്തുള്ള കാര്യങ്ങളാണ് ലോ ആൻഡ് ഓർഡറൊക്കെ നമ്മൾ നോക്കുന്നത്. ശരിക്കും അമേരിക്കൻ നിയമമാണ് അവിടെ ബാധകം. എംബസിയുടെ അകത്ത് കാവൽ നിൽക്കുന്നത് അമേരിക്കൻ എംബസി ആണെങ്കിൽ അമേരിക്കയുടെ ഗാർഡുകളായിരിക്കും അവിടെ നിൽക്കുന്നത്. പുറത്ത് സുരക്ഷ ഒരുക്കുന്നത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ പോലീസും ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ എംബസികളുടെ അല്ലെങ്കിൽ ഹൈക്കമ്മീഷൻ്റെ ഒരു ഘടന. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, നമ്മുടെ രാജ്യം പാകിസ്ഥാനോട് എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി നമ്മളെന്ത് ചെയ്തു, ഇന്നിപ്പോൾ അതിൻ്റെ മുന്നിൽ കേക്കുമായി അകത്ത് പോയതിന് തൊട്ട് പിന്നാലെ ഡൽഹി പോലീസിന് ഉത്തരവ് കിട്ടി അവർക്ക് സുരക്ഷ ഒരുക്കാൻ വെച്ചിരുന്ന എല്ലാ ബാരിക്കേഡുകളും നീക്കാൻ പറഞ്ഞു. ഇപ്പോൾ എംബസിക്ക് ഹൈക്കമ്മീഷന് മുന്നിൽ, പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുന്നിൽ ബാരിക്കേഡുകളില്ല. അതോടൊപ്പം തന്നെ അവിടുത്തെ ഹൈക്കമ്മീഷനിലെ ഏറ്റവും ചീഫ് എന്ന് പറയുന്ന ആളുടെ പേര് സാദ് അഹമ്മദ് വാറിയാക്ക് എന്നാണ്. സാദ് അഹമ്മദ് വാറിയാക്കിന് നമ്മൾ ഒഫീഷ്യലി പെർസണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞൊരു നോട്ട് കൊടുത്തു. ഈ പെർസണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർക്ക് ഈ ഡിപ്ലോമാറ്റ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. നിങ്ങൾ ഇത്ര പേർ നാട് വിട്ടു പോകണം, നിങ്ങളെ ഇനി ഇവിടെ ആവശ്യമില്ല, നിങ്ങൾ ഇനി 30 പേർക്ക് മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ആർമി, നേവി, മിലിറ്ററി തുടങ്ങിയവരുടെ പ്രതിനിധികളെ ഞങ്ങൾ എക്സ്പെൽ ചെയ്തിരിക്കുന്നു, ഉടൻ രാജ്യം വിടണം എന്ന് പറഞ്ഞുള്ള പേഴ്സണൽ നോൺ ഗ്രാറ്റ നോട്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഒഫീഷ്യലി നമ്മൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് നേരെ നടന്നിരിക്കുന്നത്. അത് അവരെ ഇവിടുന്ന് ഇമ്മീഡിയറ്റ്ലി പുറത്താക്കാനുള്ള നടപടിയെടുത്തു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുള്ള നമ്മുടെ ഹൈക്കമ്മീഷനിൽ നിന്ന് നമ്മൾ ആളുകളെ പിൻവലിക്കുകയാണ്. നമ്മുടെ സൈന്യത്തിൻ്റെ പ്രതിനിധികൾ തിരിച്ചു പോരും. നമ്മളും ഇവിടെ 30 പേരെ ഉള്ളെങ്കിൽ അവിടെ 30 പേരെ ഉണ്ടാവുള്ളൂ. അവരെ നമ്മൾ തിരിച്ചു വിളിക്കുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാവുന്ന തരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളറിയാം, ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ജലബോംബാണ്. ഈ ജലബോംബ് നമ്മുടെ 6 നദികളിലെ ജലത്തിൻ്റെ 80% പാകിസ്ഥാന് ഏകപക്ഷീയമായി കിട്ടുന്ന തരത്തിൽ ലോകബാങ്കിൻ്റെ ബ്രോക്കറേജിൽ ദല്ലാൾ പണിയിൽ വീണ് നെഹ്റു ഒപ്പിട്ട കരാറാണ്. കാരണം ഈ 6 നദികളിലെ വെള്ളം പാകിസ്ഥാന് നിർബാധം എടുക്കാം. നമ്മളത് തടസ്സപ്പെടുത്താൻ പാടില്ല. നമ്മുടെ കുടിവെള്ള ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ കൃഷിക്ക് എടുക്കാൻ പാടില്ല. നദി ഒഴുകുന്ന നമ്മുടെ നാട്ടിൽ കൂടെ അതിൻ്റെ ഉപയോഗം മുഴുവൻ ആർക്കാണ്? പാകിസ്ഥാന്. ഇങ്ങനൊരു നിയമം, ഇങ്ങനൊരു കരാറിലാണ് നമ്മുടെ രാഷ്ട്രശില്പി എന്നൊക്കെ വിളിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്ന നെഹ്റു ഒപ്പിട്ടിരുന്നത്. പക്ഷേ 1960 ഒപ്പിട്ട കരാറാണ്. അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് ദോഷകരമാണ് എന്ന് പറഞ്ഞ ആ കരാറ് പലതവണ 3 തവണ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായിട്ടും നമ്മൾ ആ കരാർ റദ്ദാക്കിയിട്ടില്ല. പക്ഷേ ഇക്കുറി ഈ ജലബോംബ് നമ്മുടെ പക്കലുള്ള ജലബോംബാണ്. ഇത് നമ്മൾ ഈ വെള്ളം തടസ്സപ്പെടുത്തിയാൽ പാകിസ്ഥാനിലെ കൃഷി നശിക്കും, പാകിസ്ഥാന് കുടിവെള്ളം ഇല്ലാതാവും. ഇത് രണ്ടും ഇല്ലാതായാൽ പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, പാകിസ്ഥാൻ ആഭ്യന്തര കലാപത്തിലേക്ക് പോവും, തൊഴിലില്ലായ്മ ഉണ്ടാവും, ഇതിന് പകർച്ചവ്യാധികൾ പോലും. വെള്ളം കിട്ടിയില്ല എന്ത് ചെയ്യും? രോഗങ്ങൾ പകരും. അങ്ങനെ പാകിസ്ഥാനിന് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ കൂപ്പുകുത്തി വീഴാൻ പോവുകയാണ്. അത് ഇക്കാലം അത്രയും ഈ ജലബോംബിനെ ന്യൂട്രലൈസ് ചെയ്ത് വെച്ചിരുന്നു നെഹ്റുവും പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകളെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി അതിൻ്റെ ട്രിഗർ അമർത്തിക്കൊണ്ട് 3 യുദ്ധകാലത്ത് പോലും ചെയ്യാതിരുന്ന കടുത്ത നടപടിയോടെ ഈ ജലബോംബ് പാകിസ്ഥാന് മേൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാൻ ഇനി അനുഭവിക്കാൻ പോകുന്നത് അതീവ ഗുരുതരമായ ഒരു യുദ്ധത്തിനേക്കാളും, വേണ്ടി വന്ന ഒരു ന്യൂക്ലിയർ ബോംബിടുന്നതിനേക്കാളും വലിയ മാരകമായ തിരിച്ചടി പാകിസ്ഥാന് കിട്ടുമെന്ന് ഇന്നലെ നമ്മൾ പ്രഖ്യാപിച്ചു. പക്ഷേ എന്നിട്ടും ഇതൊന്നും ഈ മതജീവികളെ ബാധിക്കുന്നില്ല എന്നതാണ് ഇന്ന് ഇത്രയും ആളുകൾ 29ഓളം നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടത് ആഘോഷിക്കാൻ, ഇവർ മധുരം കഴിക്കാൻ, കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോകത്തുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾ ഇതറിയണം. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ റിപ്പബ്ലിക് ടി വിയിലൊക്കെ വന്നു, വിഷ്വലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന വിഷ്വൽ റിപ്പബ്ലിക് ടി വിയിലാണ്. അപ്പോൾ അവിടെ ഇയാൾ വന്നു കയറി കേക്കുമായി അകത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ട് അവരുടെ മൃതദേഹം അടക്കി ആ ചിതയിലെ തീ അണയുന്നതിന് മുമ്പ് ഇവർ അവരുടെ മരണം ആഘോഷിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. ഇതാണ് പാകിസ്ഥാൻ, ഇതാണ് മതം, ഇതാണ് കാഫിറിനെ കൊല്ലണമെന്ന് പറയുന്ന ജിഹാദിൻ്റെ ലക്ഷ്യം, മതത്തിൻ്റെ ലക്ഷ്യം അന്യമതസ്ഥരായ മുഴുവൻ പേരെയും ഉന്മൂലനം ചെയ്യുകയാണ്. അതാണ് ഒരു രാജ്യമാണെങ്കിൽ പോലും പാകിസ്ഥാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതത്തിനപ്പുറത്ത് പാകിസ്ഥാന് വേറൊരു നീതിയില്ല എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ സഹോദരങ്ങളുടെ ചോരയ്ക്ക്, ജീവന് ആഘോഷത്തിൻ്റെ രൂപം നൽകി കേക്ക് മുറിച്ച് കഴിക്കുന്ന പാകിസ്ഥാനി നരഭോജികൾ.